Good afternoon, all. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, Miss. Good afternoon. Okay, എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളല്ലോ ആണോ? Good afternoon, ma'am. Yeah, good afternoon. Okay. എല്ലാവരും ആയോ ക്ലാസ്സില്? വരുന്നേ ഉള്ളോ? ഓക്കെ, എല്ലാവരും ആയോ ക്ലാസ്സില്? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Once again, good afternoon, ma'am, and all my dear friends. Let me start a prayer soon. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Yeah, okay, Sharanya. Thought for the day. No use thinking of the past, for it's gone. Don't think of the future because it has to come. Think of the present because that's where you are. Thank you. Yeah, okay. Then signing. സൈനിങ് ആരാ? ആരുല്ല? ഇന്നാരാ സൈനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഇന്ന് ശരണ്യ സുബിനാണ് സൈനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വരെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല, അതുകൊണ്ടാ. ഒരു സോങ് പാടിയാ മതിയോ? ആ മതി.
Let me sing a song, friends. Are you all ready to listen? സൈനിക് Yes. പറയൂ. സൈനിക് ആരാ? Signing ഇപ്പൊ ഞാൻ പറയുന്നു സൈനിങ്. എന്തോ? ശരണ്യ സൈനിങ് പറയുവാണോ? yes. ഞാനൊരു സോങ് പാടാം. Out in the garden each fine day, with my ball I like to play. I bounce my ball, I throw my ball, I catch my ball each fine day. Out in the garden each fine day, with my kite I like to play. I take my kite, I pull my kite, I fly day. Out in the garden each fine day, with my friends I like to play. We run and skip, we jump and sway, we slide and sing on each fine day. Thank you. Yeah, okay. Then, so, എല്ലാവരും പ്രിപ്പയർഡ് ആണോ? ആണോ? എന്താണ് ഫുൾ സൈലന്റ് ആണല്ലോ? എന്തിനാ ടീച്ചറെ? ഞാനുണ്ടല്ലോ, പിന്നെന്താ പേടി? എന്തോ? ഞാനുണ്ട് ടീച്ചർക്ക്, പിന്നെന്താ പേടി പറയാം. ഞാനുണ്ട് സംസാരിക്കാൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടായിരുന്നോ? 2 പേർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ ചെയ്യാനും പിന്നെ കോൺഫിഡൻസ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനും. ഓക്കെ, സോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ റെഡി ആണോ എല്ലാവരും? ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തോ? അത് ചോദിക്കണ്ടായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തോ എല്ലാവരും? ചെയ്തു മിസ്സേ. ചെയ്തു. ഓക്കെ, എല്ലാവരും ചെയ്തെങ്കിൽ ഞാൻ അതിന്റെ കറക്റ്റ് ആൻസർ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അതിനെ ചെക്ക് ചെയ്യാം. ക്ലിയർ ആണ്? ഇനി ടോപ്പിക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ വൈസ് ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രസന്റ് ചെയ്യാൻ എല്ലാവരും റെഡി ആണോ? 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലല്ലോ മിസ്സേ, 2 ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. എഴുതിക്കൊണ്ട് വരാനാ, അത് പ്രിപ്പയർ ചെയ്യണം എന്നാ പറഞ്ഞ. ഓക്കെ, വേറെ ക്ലാസ്സിലാണ്. എല്ലാം ഡിവൈഡ് ചെയ്യിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ടോപ്പിക് എന്തായിരുന്നു? കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യൂ. ഹു ഈസ് ഗോയിങ് ടു എന്താണ് ഫസ്റ്റ് അബൌട്ട് കോൺഫിഡൻസ്? ആരാണ് ഫസ്റ്റ് പറയാ? ജിസ്മലാണോ? ഞാൻ പറയാം മിസ്സേ. ഞാൻ കുറച്ചൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നൊരു കാര്യം, ക്യാമറ ഓൺ ചെയ്യാൻ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്യാമറ ഓൺ ചെയ്തിട്ടാണോ പറയണ്ടേ? അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ടോപ്പിക് പറയും. ക്യാമറ ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ എഴുതി വെച്ചിട്ടാണ്, അപ്പൊ എഴുതി വെച്ചത് നോക്കി പറഞ്ഞാ പോരെ? എഴുതി വെച്ചാണ് പറയുന്നേ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല? അപ്പോ എല്ലാവരും നോക്കിയാണോ വായിക്കുന്നേ? ആണോ? ഞങ്ങളോട് മുമ്പ് ടീച്ചർമാർ ഇങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് വായിക്കലാണ് പതിവ്. കാണാണ്ട് പഠിക്കലൊന്നും ഇല്ല. കാണാതെ പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ സ്വന്തമായിട്ട് പറയണ്ടേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ, കുഴപ്പമില്ല. എന്തായാലും ഇപ്രാവശ്യം പോട്ടെ. ഓക്കെ, പ്രസന്റ് ചെയ്യൂ എല്ലാവരും. സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യൂ. Okay. Confidence is the inner strength that allows a person to trust their abilities, make decisions, and face challenges without fear of failure.
It gives individuals the courage to step out of their comfort zone, take risk, and handle criticism with a positive mindset. Confidence developed through experience, preparation, and self belief. When a person is confident, they communicate more difficulty, build stronger relationship, and are better equipped to handle setbacks. It encourages resilience, helping people to learn from mistakes and keep moving forward. Confidence is not about being perfect, it's about believing in yourself despite imperfection and understanding that growth comes from both success and failure. A confident person inspires others, creates a positive atmosphere, and approach life with a sense of purpose and determination. ഞാൻ ഇത്രയാണ് എഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ച് കോൺഫിഡൻസിനെ കുറിച്ച്. ഓക്കെ, ഇത് നോക്കി വായിക്കുമ്പോ എന്താണെന്നറിയോ, അത് പറയുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇങ്ങനെയാണോ നോക്കി വായിച്ചപ്പോ അങ്ങനെയല്ല തോന്നുന്നത്? കേട്ടവർക്ക് എന്ത് തോന്നി? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ശരിക്കും നോക്കി വായിക്കുന്ന ഒരു ഫീൽ കിട്ടിയില്ലേ? നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നല്ല കേട്ടോ. ഓക്കെ, കുറ്റം പറയുന്നല്ല, അതിനുള്ള അത് ഞാൻ പറയാം. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. അവസാനം ഞാൻ പറയേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? Who's next? ഞാൻ പറയാം. Okay. പറയട്ടെ. കോൺഫിഡന്റ് അല്ലെ? കോൺഫിഡന്റ് ഈസ് എ മാജിക്കൽ കീ ടു മേക്കിംഗ് എവറിത്തിങ് പോസിബിൾ. ഒരു കോൺഫിഡന്റ് എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കീ ആണ്. നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കീ ആണ് കോൺഫിഡന്റ്. യഥാർത്ഥ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാനാണ് വലുത്, എല്ലാവരും എന്നേക്കാൾ പിറകിലാണ് എന്നുള്ളതല്ല. എന്റെ കഴിവ് മറ്റുള്ളവരായിട്ട് യാതൊരു വിധത്തിലും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥ കോൺഫിഡന്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയണത് എന്താണോ അതന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമുക്ക് അറിയുന്നതായിട്ട് നമുക്ക് അങ്ങനെ പോവാം. മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്ത് അവരാണോ വലുത് നമ്മളാണോ വലുത് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കോൺഫിഡന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് നാണിക്കേണ്ട ആവശ്യം, ഷൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലെറ്റ് യു ആർക്കും കോൺഫിഡൻസ് ഡെവലപ്മെന്റ് ചെയ്യാം. ഷൈ ഇല്ലാതായിട്ട് എവിടെ ചെന്നാലും നമ്മളായിട്ട് തന്നെ ജീവിക്കുക. നമ്മൾ വേറൊരാളായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിച്ചാൽ നമുക്ക് ഷൈ ഉണ്ടാവില്ലല്ലോ. അൺലോക്ക് ദ ഗ്രേറ്റ് പേഴ്സൺ ഇൻസൈഡ് യു, അൺലോക്ക് ദ പവർ ഓഫ് പോസിബിലിറ്റി. ഓക്കെ, പിന്നെ നമ്മള് സെൽഫ് കോൺഫിഡന്റിന് കുറച്ച് കീസ് ഒക്കെ ഉണ്ട്. എക്സസൈസ് ടു സ്റ്റേ ഫ്രഷ് ആൻഡ് എനർജറ്റിക്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് എക്സസൈസ് ചെയ്യുക. സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, സ്റ്റേ ഫോക്കസ് ഓൺ യു. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ബി പോസിറ്റീവ്, ലുക്ക് അറ്റ് ദ ഗുഡ് ഇൻ എവറി സിറ്റുവേഷൻ. എപ്പോഴും നമുക്ക് എന്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമ്മൾ അതിനെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് ഒരുപാട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ സ്വയമായിട്ട് നമ്മൾ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിലാക്സ്, ഗോ വിത്ത് ദ ഫ്ലോ, ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു അച്ചീവ് ഓർ ഇംപ്രൂവ്. നമ്മൾ റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി. നമ്മൾ ഒന്നിനും വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഓവറായിട്ട് ഇതാകേണ്ട ആവശ്യമില്ല, ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റ് യുവർ എവറി ഡേ ഷെഡ്യൂൾ ആൻഡ് കംപ്ലീറ്റ് ദം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോഴാണ് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുള്ളൂ. വാട്ട് എവർ യു ബീൻ ത്രൂ കെപ്റ്റ് സ്മൈലിംഗ്, റെക്കോർഡ് യുവർ ലൈഫ് അച്ചീവ്മെന്റ്. നമ്മൾ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ലവ് യുവർ സെൽഫ്, യു ആർ എ ഗിഫ്റ്റ്. ഓക്കെ, പ്രാക്ടീസ് സെൽഫ് കേസ്. ഇതൊക്കെ എഴുതി വെച്ചത് പറയണേ ടീച്ചറെ. പ്രാക്ടീസ് സെൽഫ് കേസ്. നമ്മള് സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് സ്കിൽ. അവരവർക്ക് ഉണ്ടാകുന്ന സ്കിൽ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് പഠിപ്പിക്കാനായിരിക്കും. പല കഴിവും പലർക്കും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്കിൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ല ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക. നമ്മളെ കോൺഫിഡന്റ് നമ്മൾ വളർത്തിയെടുക്കുക. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ, യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. നമ്മൾ
നെഗറ്റീവ് ആയിട്ടുള്ള എപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഒഴിവായി നിൽക്കുക. അപ്പൊ തന്നെ നമ്മുടെ കോൺഫിഡന്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ നല്ല ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റോപ്പ് അവോയ്ഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പീപ്പിളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുക. പിന്നെ ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും. 2-3 പേജ് എഴുതിയിട്ടുണ്ട്, പക്ഷെ ബോറടിക്കേണ്ട പറ്റാണ് ഞാൻ പറയാത്തത്. Okay, yeah. Okay, മാം Safia. നെക്സ്റ്റ് ഞാൻ പറയാം. പറയൂ. Confidence is a belief in oneself, the conviction that one has the ability to meet life challenges and to succeed, and the willingness to act according to being confident requires a realistic sense of one's capability and feeling secure in that knowledge. അതായത് ആത്മവിശ്വാസം എന്നത് തന്നിലുള്ള ഒരു വിശ്വാസമാണ്. അതായത് ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും നേരിടാനും അത് വിജയിക്കുവാനുള്ള കഴിവ് ഒരാൾക്കുണ്ടെന്ന ബോധം, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധയുമാണ് കോൺഫിഡൻസ്. പ്രൊജക്ടിങ് കോൺഫിഡൻസ് ഹെൽപ്പ് പീപ്പിൾ again credibility, make a strong first impression, deals with pressure and tackle personal and professional challenges. It is also an attractive trait as confidence help put others at ease. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആളുകളുടെ വിശ്വസ്തത നേടാനും ശക്തമായ ആദ്യ മതിപ്പുണ്ടാകാനും സമ്മർദ്ദത്തെ നേരിടാനും വ്യക്തിപരവും തൊഴിൽപരവുമായ വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുന്നു. ആത്മവിശ്വാസം മറ്റുള്ളവരെ അനായാസമാക്കാൻ സഹായിക്കുന്നതിനാൽ ഇത് ആകർഷകമായ ഒരു സ്വഭാവമാണ് കോൺഫിഡൻസ്. ഞാൻ കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട് മാം, കുറെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് വായിക്കാൻ കുറച്ച്. Confidence is the key to unlocking our full potential. It is the spark that ignites the flame of success, and it is the foundation upon which we are build our dreams. But cultivating confidence, we can overcome our fears, achieve our goals, and unlock a brighter, more fulfilled future. അതായത് ആത്മവിശ്വാസമാണ് നമ്മുടെ മുഴുവൻ കഴിവുകളും തുറക്കുന്നതിനുള്ള താക്കോല്. അത് വിജയത്തിന്റെ ജ്വാല ജ്വലിപ്പിക്കുന്ന ഒരു തീപ്പൊരിയാണ്. അത് നമ്മുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണ്. ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭയങ്ങളെ മറികടക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും ശോഭയുള്ളതും കൂടുതൽ സംതൃപ്തവുമായ ഭാവി തുറക്കാനും കോൺഫിഡൻസ് കൊണ്ട് കഴിയും. ഓക്കെ മാം. Okay. So, I want to ask you one thing. ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും കൂടി. Do you have confidence? Yes ma'am. ഞാൻ ഒരു കാര്യം പറയാം മാം. ഞാൻ ഡ്രൈവിംഗ് ഹൈറ്റ് കുറവാണ് എനിക്ക്. അപ്പൊ ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഞാനിപ്പോ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാനിപ്പോ ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു നീ ഹൈറ്റ് കുറവായോണ്ട് സ്കൂട്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വെച്ചിട്ടാണുള്ളത്. പക്ഷെ ആ പറയുന്നവരെയൊക്കെ മറികടന്നിട്ട് എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാനത് കഴിയുമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓടിക്കാനൊന്നും ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മെല്ലെ മെല്ലെ ആ ഒരു ഭയമൊക്കെ മറികടന്ന് ഒരു കാലം എടുത്ത് വെച്ച് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ തുടങ്ങി ഡ്രൈവ്. Yeah, very good. So, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നടക്കും അല്ലെ, എല്ലാം നേടാനും പറ്റും. അപ്പോ ഞാൻ ചോദിച്ചത് ശരണ്യ ഉത്തരം പറഞ്ഞു. ശരണ്യ കോൺഫിഡന്റ് ആണ്. ബാക്കി എല്ലാവരും എന്ത് പറയുന്നു? എന്താ ചോദിച്ചത്? ഞാൻ കേട്ടില്ലല്ലോ. കോൺഫിഡന്റ് ആണോ? നമ്മള് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് തീരെ കുട്ടികൾക്ക് ആർക്കും സൈൻ ഇൻ ചെയ്യാനൊക്കെ പേടിയായിരുന്നു. ആരും മുന്നോട്ട് വരുന്നുണ്ടായിരുന്നില്ല, എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പോ എല്ലാരും കോൺഫിഡന്റ് ആണ്. അതേപോലെ തന്നെ ഞാനും. എനിക്കത് ആദ്യം എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ, വീഡിയോ ഓൺ ആക്കുകയാണെങ്കിലോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ വിറക്കായിരുന്നു, കയ്യിലൊക്കെ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ വരുമായിരുന്നു പേടിച്ചിട്ട്. ഇപ്പൊ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, മാറി. ഇപ്പൊ കോൺഫിഡന്റ് വന്നു എന്നല്ല അതിന്റെ അർത്ഥം, കോൺഫിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആവണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കണം. ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുമ്പോൾ കോൺഫിഡന്റ് ആവും, അത് ഷുവറാണ്. ഓക്കെ, സോ അത് ചെയ്യണം കേട്ടോ.
മസ്റ്റാണ്. മസ്റ്റ് മീൻസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോ പറയുമ്പോ ഈ മിസ് ക്യാമറ ഓൺ ചെയ്യണോ മിസ് എന്ന് ചോദിക്കും. നമ്മൾ ചിലപ്പോ നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കില്ല, വീട്ടിലുള്ള ഡ്രസ് ആയിരിക്കാം. ആ ഒരു ഈ കോംപ്ലക്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ടൈമാണ് അല്ലെ. സോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാമറ ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ കാണുന്ന ആ ഒരു കാര്യമില്ല. നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനൊരു പേടി, അതൊരു പേടിയുണ്ട്. ഇപ്പോഴും പേടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെയാണ് അതിനേക്കാളും ഒരു വലിയൊരു പേടിയാണ് ക്യാമറ ഓൺ ചെയ്യാൻ അല്ലെ. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം. മാം ഞാനിത് പറയുമ്പോ ക്യാമറ ഓൺ ചെയ്തിരുന്നു, ഇത് ഓൺ ആവുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഓൺ ആവുന്നില്ല. മിസ് അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്തോ മനസ്സിലായത് അത് അങ്ങനെ പറയാനാണല്ലേ പറഞ്ഞത്. ഞങ്ങൾ എഴുതി വെച്ചത് അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തത്. അതായിരുന്നു വേണ്ടത്. ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതാണ് നിങ്ങൾ പറയുന്നത്. അതിന് ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് കറക്റ്റ് ആണെന്നോ അതൊന്നല്ല ഞാൻ നോക്കുന്നേ. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? ഓക്കെ, ആ കോൺഫിഡൻസ് വന്നാല് നിങ്ങൾക്ക് എന്തും സംസാരിക്കാം, ഏത് ലാംഗ്വേജും കൈകാര്യം ചെയ്യാം, ഏത് സ്കൂളിൽ വേണമെങ്കിൽ പോയി പഠിപ്പിക്കാം, എന്തും ചെയ്യും. ക്ലയോ? സോ എല്ലാവരും എനിക്ക് എല്ലാവരോടും പറയാം, എന്റെ റിക്വസ്റ്റ് ആട്ടോ. 100% കോൺഫിഡന്റ് എന്തായാലും ആയിട്ടില്ല, ഇനി ആകാനിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് തന്നത്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ആധികാരികമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്രാവർത്തികമാക്കിയിട്ടില്ല അല്ലെ ഇപ്പോഴും. അതെ അതെ, കറക്റ്റ് ആണ്. കറക്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ക്യാമറ ഓൺ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയണം. ഓക്കെ, യെസ്. ശരണ്യ ക്യാമറ ഓൺ ചെയ്യുമ്പോ അൺമ്യൂട്ട് ചെയ്യൂട്ടോ. മാം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാലോ. ഞാൻ ഇപ്പൊ കോൺഫിഡൻസോട് കൂടി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, അതായത് സ്കൂട്ടർ പഠിക്കുക എന്നതാണ് എന്റെ ഒരു ലക്ഷ്യം. ഞാൻ ഹൈറ്റ് കുറവാണ് മാം. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു, പിന്നെ നിനക്ക് പറ്റൂല, ഇത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്, വെറുതെ കയ്യും കാലം പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കി എന്നെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് അത് പഠിക്കും, ഞാനത് ചെയ്യും, അത് ചെയ്യും എന്ന ഒരു വിശ്വാസത്തോടു കൂടി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രേ, ഒരു 5 days ക്ലാസ്സേ ആയുള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിൽ വാശി വേണം. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഒരാള് പറ്റില്ല എന്ന് എനിക്കുണ്ട് ഇതേപോലെ, എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ ശരണ്യ പറഞ്ഞപ്പോ ഒരു കോൺഫിഡന്റ് ആയി. എന്താ ഒരു പ്രശ്നമാണ്. ഹൈറ്റ് നമുക്ക് കാല് എത്തില്ല എന്നൊക്കെ തോന്നലാണ്. ടൂ വീലർ നല്ല ഏതൊരു വണ്ടി പഠിക്കാനും ഹൈറ്റ് ഒരു പ്രശ്നേ അല്ല. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സിമ്പിൾ ആണ്. അതല്ല മാം, എന്നെക്കാളും ഹൈറ്റ് കൂടുതലുള്ള പിന്നെ ഒരു കുട്ടിയുണ്ട് എന്റെ ക്ലാസ്സിൽ ഇപ്പൊ വരുന്നത്. 10 days ആയി, എന്നിട്ടും കാല് വെച്ചിട്ട് സ്കൂട്ടി നേരാൻ വണ്ണം ഓടിക്കാൻ ഇതുവരെ പഠിച്ചില്ല. അപ്പൊ ഇത് ഹൈറ്റിലല്ല ഇതിൽ കാര്യം, അതെനിക്ക് മനസ്സിലായി. എല്ലാം നമ്മുടെ മൈൻഡാണ് കേട്ടോ. എല്ലാം നമ്മുടെ മൈൻഡാണ്. ഇത് വേണം വേണ്ടാന്ന് വെക്കേണ്ടതെല്ലാം നമ്മുടെ മൈൻഡാണ്. നമ്മള് ചിന്തിക്കുന്ന പോയിന്റ്. ഞാൻ ഇതുപോലെ മിസ് 2 വീലർ പഠിച്ചത് ഒറ്റക്കാണല്ലോ. അത് കുറെ പ്രാവശ്യം വീണിട്ടുണ്ട്, കമ്പനിന്റെ അതിലെ പോയിട്ടുണ്ട്, അങ്ങനെ വീണ് പഠിച്ചു. ഇപ്പൊ നന്നായിട്ട് ഓട്ടും. അതെ, അങ്ങനെയില്ലേ, നമ്മളെന്തും വീണേ പഠിക്കും. മിസ്റ്റേക്സ് സംഭവിച്ചിട്ടേ നമ്മൾ പഠിക്കും. പക്ഷെ പറയുന്ന കേട്ടിട്ടുണ്ട് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് ഓടിക്കാൻ പറ്റില്ല. നമ്മളൊന്നും ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിച്ചിട്ടില്ല. അതൊക്കെ വെറുതെയാണേ. ടീച്ചർക്ക് അറിയോ? ടീച്ചർക്ക് അറിയോ 2 വീലർ? പിന്നെ ലൈസൻസ് അടക്കമുണ്ട്. സൈക്കിൾ ബാലൻസ് വേണമെന്നൊന്നുമില്ല സഫി, അത് ചുമ്മാ പറയുന്ന. ആത്മധൈര്യം, സെൽഫ് കോൺഫിഡൻസ് വേണം. എന്നാൽ ഞാൻ എന്തായാലും പഠിക്കും. ഞാൻ പഠിക്കണം പറഞ്ഞിരിക്കുക. എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് പേടി. ഇങ്ങനെ മാറിക്കോളും. നമ്മൾ തന്നെ മാറ്റണം. ഈ പേടി എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ മാറ്റാം, വേറെ ആരും വന്ന് മാറ്റില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ, നമുക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ, അത് ചെയ്യാൻ നോക്കാം. പേടി നമ്മൾ തന്നെ മാറ്റാം. അല്ലാതെ ആരും വന്ന് നമ്മളതിന്റെ പേടി മാറ്റൂ എന്ന് പറഞ്ഞ് മാറുന്നതല്ല ആ പേടി. നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ,
അത് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഇനി സംസാരിക്കുന്ന ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? ക്യാമറ ഓൺ ചെയ്യുന്ന പേരിൽ സംസാരിക്കാതിരിക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആരാ? ആരില്ലല്ലോ. 35 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ മാം. ഇവരൊക്കെ എവിടെ പോയി? അപ്പോ ഈ ടോപ്പിക് അതാണ്. ഈ ടോപ്പിക്കും ഇപ്പൊ അവർ ചെയ്യുന്ന പ്രവൃത്തിയും ഏകദേശം സംഭവം മനസ്സിലായല്ലോ അവർക്ക്. ഞാൻ ഇന്ന് പ്രേയറും സൈനിനും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫുള്ള് കോൺഫിഡൻസ് ആയിട്ടാ ഉള്ളത്. അതുകൊണ്ട് മിസ്സേ ക്യാമറ ഓൺ ആക്കിയിട്ട് നോക്കി വായിക്കാമോ? പിന്നെ വായിച്ചു. അതായിരിക്കും. ഓക്കെ പറയൂ. പിള്ളേര് പരീക്ഷ കഴിഞ്ഞ് വന്നു. അപ്പൊ ഞാൻ ആരുടെ ശല്യം ഇല്ലാണ്ട് റൂമിൽ കയറി കഥ അടച്ചിരുന്നതാ. ഓക്കെ. Good afternoon, teacher and my friends. I hope everyone is well. Okay. What is confidence? I am more knowledgeable than everyone. I have a lot of money. I am beautiful. What is the confidence? Is confidence comparing our abilities with the abilities of others? Everyone has their own abilities, right? Yes. God has given each of us different abilities. We are neither below nor above anyone. ക്യാമറ ഓഫ് ആക്കിയതാണ് നിഷ. സ്റ്റക്ക് ആയതാണത്. ക്യാമറ സ്റ്റക്ക് ആണ്. ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം. കേൾക്കത്തില്ലായിരുന്നോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ വീഡിയോ സ്റ്റക്ക് ആണ് കേൾക്കാം. മിസ്സേ ഫോൺ മൊത്തം കംപ്ലൈന്റ് ആണ്. God has given each of us different abilities. We are neither below nor above anyone. Either realization is confidence. Either competition should always be between you and yourself. Be yourself wherever you go. Do what you love, not just with your friends, but with your people you trust always. Confidence does not mean speaking out loud. It does not mean that other always have to listen to me, but rather I want to be the opposite. I want to identify myself without showing off to others. That is confidence. ഓക്കെ. ഇപ്പൊ കോൺഫിഡന്റ് ആയോ നിഷ? പോയി അപ്പൊ തന്നെ ക്യാമറ ഓഫ് ചെയ്തു. കോൺഫിഡന്റ് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും എവിടേക്കോ വെച്ച് കുറവുണ്ട്. ഓക്കെ. ഓക്കെ നിഷ. Then who is next? മിസ്സേ ഞാൻ പറയാം. ഹായ്, പേരെന്തായിരുന്നു? പേര് ഉഷാറാണി. ഉഷാറാണി. ആ. ഓക്കെ, പറയൂ. Good afternoon, friends and teachers. Today I am going to say a few words about confidence. Confidence shows our inner attitude. It plays on important roles in our life. Without confidence, we can't achieve nothing in our life. We will be complete zero. Confidence is the ability of our life. It is the key to success. To explain with an example, when we are going for an interview and the questioner is asking us a question, if we have 100% of confidence, it is sure we will get that job. This is the magic of confidence, but it also has some small disadvantages. That is, confidence is that thing we need in our life until our death, but overconfidence is not a nice. It will lead us by bad character. So we live to avoid overconfidence. To say in one line, confidence is nice, but overconfidence is bad. Thank you. Okay, ഉഷാറാണി. Very good. Thank you, miss. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ക്യാമറ ഓൺ ചെയ്തിട്ട് എന്ത് തോന്നുന്നു? ഓ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. Thank you. ഓക്കെ, നെക്സ്റ്റ് ആരാ?
നെക്സ്റ്റ് ആരാ പറയാ? പെട്ടെന്ന് വരൂ, ടൈം പോട്ടോ. ഹാഫ് ആൻ അവർ ലെഫ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല മിസ് ഇതൊക്കെ പറയരുത്. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മുടെ സമയം വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ്? ക്യാമറ ഓൺ ചെയ്യാൻ പേടിയായിട്ടാണോ ആരും വേണ്ടാത്തെ? ആണോ? മാം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല സംസാരിക്കാനും ക്യാമറ ഓൺ ചെയ്യാനും, അതുകൊണ്ടാണ്. പറയൂ ദിവ്യ, കുഴപ്പമില്ല, ക്യാമറ ഓൺ ചെയ്യണ്ട കേട്ടോ, പറഞ്ഞോളൂ. മാം എനിക്ക് പറയാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നീ നെക്സ്റ്റ് ആരാണ് പറയാ? മാം നോക്കി വായിക്കാനാണ്. ക്യാമറ ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ആണ്. കാണുന്നില്ലേ? കാണുന്നില്ല. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് പോയി നോക്കട്ടെ മിസ്സേ. മക്കളെ മിണ്ടാതിരിക്കണേ. ഇപ്പൊ കാണാമോ മിസ്സേ? ഇല്ലല്ലോ. കാണുന്നില്ലേ? ഒരു കാര്യം ചെയ്യൂ, ലെഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യൂ. ചെറുതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആരാ? അടുത്ത ആരാണ്? ഒരു കാര്യം ചെയ്യൂ, പറയാൻ പ്രസന്റേഷൻ ചെയ്യുന്നവരുടെ പേര് ടെക്സ്റ്റ് ചെയ്യും. എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, മെസ്സേജ് ചെയ്യും. ഞാൻ ആ പേര് ഓരോരുത്തരുടെ വിളിക്കാം. ഓക്കെ അഞ്ജു, ഓക്കെ കാണാവോ മിസ്സേ? കാണാവോ? ഇല്ല. ഓ, ക്യാമറ അത് ഷെയറിംഗ് ആണോ നോക്കിയേ. പ്രൈവറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതെങ്ങനെ അറിയില്ലല്ലോ മിസ്സേ. കുഴപ്പമില്ല, എന്നാലും പറയൂട്ടോ. വായിച്ചോട്ടെ. Confidence is the key to unlocking your time potential. It's the spark that ignites your passion and talent. Remember, confidence is not the absence of fear, but the willingness to take action despite it. You are capable, strong, and unique. Trust yourself, take risks, and watch your confidence soar. ഇത്ര എഴുതിയിട്ടുള്ളൂ മിസ്സേ. കഴിഞ്ഞോ? ഓക്കെ അഞ്ജു. ഓക്കെ, ഇനി ആരെ സംസാരിക്കാം? നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിലെന്ന് പറയൂ. ഇതാണ് ഭയങ്കര ലാഗിങ് ആണല്ലോ. ടൈം വെറുതെ വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരുടെ കൂടിയാ ചോദിക്കുന്നേ. ഉണ്ടോ ഇല്ലയോ? ടീച്ചർ ഓൾറെഡി വീഡിയോ ഓണാക്കിട്ട് പറയണം പറഞ്ഞാണെങ്കിൽ എല്ലാരും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് പറഞ്ഞോണ്ടായിരിക്കും. അപ്പൊ വീഡിയോ ഓണാക്കിയിട്ടില്ലെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൺലൈനിൽ പറയും. ഓക്കെ, ഞാൻ പറയും. ക്യാമറ ഓണാക്കാനായിരുന്നു ബുദ്ധിമുട്ട്. പറഞ്ഞ പോരെ അതിനോട് ക്യാമറ ഓണാക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ പറയാം എന്ന് പറഞ്ഞ പോരെ. പറയൂ. Confidence is the key to unlocking your true potential. It comes from believing in yourself, embracing your strengths, and learning from your challenges. When you trust your ability, you radiate positivity and inspire those around you. Confidence isn't about being perfect. It is about knowing you are capable, worthy, and ready to face whatever comes your way. Stand tall, speak with a conviction, and step forward with courage because you are more powerful than your relation. കഴിഞ്ഞു മിസ്. എഴുതി വെച്ചോണ്ടാ. ഒരു കാര്യം ചെയ്യട്ടോ, എല്ലാവരോടും കൂടിയാണേ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിക്കും കേട്ടോ, നന്നായിട്ട് വായിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അതുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യും.
ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചൊക്കെ എല്ലാം കറക്റ്റ് ആണ്. അതാണ് കോൺഫിഡൻസ്. ഓക്കെ, അതേപോലെ മാറാൻ ശ്രമിക്കുക. ഓക്കെ ആണോ എല്ലാവരും? നന്നായിട്ട് വായിക്കൂട്ടോ. എന്താണ് എഴുതിക്കുന്നത്, എങ്ങനെയാണ് നോക്കാം. പക്ഷെ കോൺഫിഡൻസ് വേണം കേട്ടോ. അത് നമ്മുടെ ലൈഫില് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് ഇവിടെ വരെ എത്തിയത്. നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ? പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല. സോ കോൺഫിഡൻസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ആവശ്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങളിൽ ആവശ്യമുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു ഇതിലും നല്ലത്. ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ ഇത്രയും ചമ്മലും ഒന്നും ക്ലിയറിംഗും ഉണ്ടാവത്തില്ലായിരുന്നു. അത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ടെൻഷനാണ്. അത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം ഞാൻ ഇതുപോലെ മോണ്ടിസോറി ക്ലാസ് ഒരുപാട് എടുക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും. ആദ്യം ഫോൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് യൂസ്ഡ് ആണ്, പിന്നെ അവർക്ക് കുഴപ്പമില്ല. കാരണം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴുള്ള ടെൻഷനും സെക്കൻഡ് ടൈമിൽ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. എല്ലാവരും ഓപ്പൺ ആക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെയും കൊണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോ നന്നായിട്ട് ഡ്രസ് ഒക്കെ ഇട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു കോൺഫിഡൻസും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായില്ലേ? ടീച്ചർ ഒന്നും പറയാണ്ട് പെട്ടെന്ന് വന്നിട്ട് ഓണാക്കാൻ പറഞ്ഞ ആരെ ഓണാക്കുക? ഫസ്റ്റിൽ അപ്പിയറൻസിലായിരിക്കും നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത്. മനസ്സിലായി, എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ് ആയിരിക്കാം, അല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കൂ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഓ, കുറച്ചധികം പണി ഉണ്ടാകും ക്യാമറ ഓൺ ചെയ്യുമ്പോ അല്ലെ? ഓക്കെ, സോ നെക്സ്റ്റ് ടൈം എല്ലാരും ഫാമിലി ലൈഫ്, കുട്ടികളെ എല്ലാരും ഉള്ള ചിലപ്പോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കായിരിക്കും, വീട്ടിലത്തെ പണീന്റെ ഇടയിലായിരിക്കും ചിലപ്പോ ഓണാക്കിയിട്ട് കേൾക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഓണാക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് മനസ്സിലായി. അപ്പോ നെക്സ്റ്റ് ടൈം നമുക്ക് എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഇപ്പൊ എവിടെ വരെ എടുത്തു ചാപ്റ്റർ? ടീച്ചർ ഇപ്പോ ഗൂഗിളിലെ അല്ല നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചർ മലയാളത്തില് ഇട്ടിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ടീച്ചറെ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇട്ടിട്ടില്ലായിരുന്നോ? ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, ക്ലാസ് നമ്മൾ റൂമിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല. കറക്റ്റ് ആണോ? അതിന്റെ ആൻസർ ഷീറ്റ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം, നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഡയറക്റ്റ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ടീച്ചർ അപ്പൊ ചെക്ക് ചെയ്ത് നോക്കണില്ല ഞങ്ങളെ കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത്? നിങ്ങൾ ചെക്ക് ചെയ്യും. അല്ല, ഞങ്ങളിപ്പോ എഴുതിയത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണ്ടേ? അത് എല്ലാവരുടെയും നോക്കി വരുമ്പോ ഒരു ക്ലാസ് ഫുൾ അങ്ങോട്ട് പോകും. മാം ആൻസർ അതിൽ അപ്ലോഡ് ചെയ്യും? ഞാൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടേക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? ടെൻസിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ മാം. ടെൻസിന്റെ ഇട്ടിട്ടുണ്ടോ ടീച്ചറെ? കണ്ടില്ലല്ലോ. ഇല്ല, അതൊന്നും ചോദിച്ചു. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ടെൻസിനെ ബേസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ എന്നോട് നോട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതെ. ഓക്കെ, സോ നോട്ടും ആൻസർ ഷീറ്റും നാളെ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യും. മതിയോ? ഇനി നാളെ തന്നെ ചെയ്യണോ? നാളെ തന്നെ ചെയ്തോ ടീച്ചറെ? അപ്പൊ നാളെ എല്ലാം ഞാൻ ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ്, നോട്ട്, ആൻസർ ഷീറ്റ് നാളെ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം, എനിക്ക് 4 ഗ്രൂപ്പുകളെ വേണം. 4 ഗ്രൂപ്പ്, ഒരു 4 പേര് വെച്ചിട്ട് 4 ഗ്രൂപ്പ്.
ആരൊക്കെ റെഡിയാണ്? ഒന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. റെഡി ആയി? ഞാൻ റെഡി. ആ, എനിക്ക് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. ഞാൻ റെഡി മാം. പേരെഴുതിയോ? പേര് ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും കേട്ടോ. 4 പേരടങ്ങുന്ന 4 ഗ്രൂപ്പ്. അപ്പൊ ടോട്ടല് എത്ര പേര്? രണ്ടുപേരുടെ പെട്ടെന്ന്. ഒരാളൂടെ. യെസ്, മതി കേട്ടോ. ഇനി ആരും വെക്കരുതേ. മതി മതി മതി. Yes, okay. So, സഫിയ, ഞാൻ പറയുന്ന പേര് നോട്ട് ചെയ്തേക്ക. ഗ്രൂപ്പ് നമ്പർ 1 പേരാണ് കേട്ടോ. ഫസ്റ്റ് സഫിയ, then ശ്രീലക്ഷ്മി, ഉഷാറാണി, and ഷരിബ എന്നാണ് പേര്. ഷരിബ ആണോ? കറക്റ്റ് ആണോ? ഷാരിബ. യെസ്. പേര് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഷാരിബ പേര് ഗ്രൂപ്പ് നമ്പർ 1 പേര് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ മറന്നു പോകും കേട്ടോ. ഓക്കെ. സഫിയ, ഷാരിബ, ഷാറാണി, ശ്രീലക്ഷ്മി. ഈ 4 പേര് ഗ്രൂപ്പ് നമ്പർ 1. ക്ലിയർ? യെസ്. ഓക്കെ, ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 2. വിനീത, ജിൽന, റിജിഷ് ആണോ? ജിൽന. യാ. വിനീത, ജിൽന, അശ്വതി ആൻഡ് മരിയ. Okay, Vinita, Jilna, Ashwati and Maria is a group number 2. Clear? Okay, right? Okay. Yes, note ചെയ്തേക്കാം ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. Group number 2, okay. Then group number 3, Sharanya, Anju, Shubhana, then Hafiza. Okay, Sharanya, Shubhana, Hafiza, പിന്നെ ആരായിരുന്നു? അഞ്ജു ആണോ? യെസ്. 4 പേര് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഈ 4 പേര് ഗ്രൂപ്പ് നമ്പർ 3 ആണേ. ഓക്കെ മാം. Then Jismul, Balki, group number 4. അതൊക്കെയാണ് ജിസ്മുൽ, അദീബ, നിഷ, ലിൻജു. ഈ 4 പേര് ഗ്രൂപ്പ് നമ്പർ 4. ഓക്കെ. അപ്പോ ഏതൊക്കെ മെമ്പേഴ്സ് ആണ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങള് ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും പരസ്പരം കോൺടാക്ട് ആയിരിക്കണം, കണക്ട് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ടോപ്പിക് തരാൻ പോവാണ്. നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ. ഫസ്റ്റ് ഞാൻ തുടങ്ങി വെക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ തുടങ്ങി വെക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് നമ്പർ 1 റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് അതിനെ കുറിച്ച് നോക്കിയിട്ട് വരാം. ഓക്കെ.
Then group number 2, reporting question. സോറി ടീച്ചർ, എന്താ പറഞ്ഞ ഗ്രൂപ്പ് നമ്പർ 1 എന്താണ്? സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. ടെക്സ്റ്റിലെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മിസ്സേ ഇത് ഡിബേറ്റിനാണോ മിസ്സേ? നോ 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 നോ, ഞാൻ പറയാം. ഗ്രൂപ്പ് നമ്പർ 1 റിപ്പോർട്ടിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇതാണ് ടോപ്പിക് കേട്ടോ. Then group number 2, reporting question. Group number 3, reporting of imperatives. Group number 4, reporting of exclamations. Okay. മാം ഒന്ന് ടൈപ്പ് ചെയ്യോ? അത് ടെക്സ്റ്റില് യൂണിറ്റ് 11 ചാപ്റ്റർ ആണ് കേട്ടോ. അതില് ആകെ 4 പോർഷൻസേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻസ്, ഇംപെറേറ്റീവ്സ് ആൻഡ് എക്സ്ക്ലമേഷൻസ്. ഈ 4 യൂണിറ്റ് എത്രയാണ്? എന്തോ യൂണിറ്റ് എത്രയാണ്? യൂണിറ്റ് എത്രയാണ്? യൂണിറ്റ് 11 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഈ ചാപ്റ്ററിൽ 4 ടോപ്പിക് നമുക്കുള്ളൂ. ആ 4 ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് ഗ്രൂപ്പിന്, സെക്കൻഡ് ടോപ്പിക് സെക്കൻഡ് ഗ്രൂപ്പിന്, തേർഡ് ടോപ്പിക് തേർഡ് ഗ്രൂപ്പിന്, ഫോർത്ത് ടോപ്പിക് ഫോർത്ത് ഗ്രൂപ്പിന്. അങ്ങനെ 4 ടോപ്പിക്കും 4 ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ഈ ചാപ്റ്റർ ഫസ്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്, ആരാണ് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് അവര് ആസ് എ ടീച്ചറായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ഞാൻ ഉൾപ്പെടെയും സ്റ്റുഡന്റ് ആയിട്ട് ക്ലാസ് ഇരിക്കുന്ന ചുമ്മാ ഇരിക്കുകയുള്ളൂ. ക്ലാസ് അന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കണം. ഓക്കെ, കാരണം എല്ലാരും കൂടെ എങ്ങനെ ടീച്ചർ ക്ലാസ് എടുക്കുക? ഓരോരുത്തർ ഓരോ പോർഷൻ ആയിട്ട് എടുത്തിട്ട് പറയേ. അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ 4 പേരില്ലേ ഗ്രൂപ്പില്, അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ആരൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ ഈ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ? കുറെ ഉണ്ടോ പഠിക്കാന്? നോക്കൂ, റെഫർ ചെയ്യൂ, നന്നായിട്ട് റെഫർ ചെയ്യാം. ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എല്ലാവരും ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. എക്സാമ്പിൾസ് അടക്കം ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ആ രീതിയിൽ വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ. ഓക്കെ, ആ ക്ലാസ്സിൽ അന്നത്തെ ഇംഗ്ലീഷ് വേണമെന്നുണ്ടോ മിസ്സേ? ഇംഗ്ലീഷ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ എടുക്കുന്ന ഇംഗ്ലീഷിലല്ലോ, ഇംഗ്ലീഷ് നിർബന്ധമില്ല. എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. ക്ലാസ് എടുക്കുന്ന വീഡിയോ ഓണാക്കണം ടീച്ചറെ. ഓഫ്കോഴ്സ്, പിന്നെ ടീച്ചർ വീഡിയോ ഓണാക്കണ്ടേ? ഓക്കെ, ഇനി മുതലേ ഞാൻ ഞാനിപ്പോ തന്നെ ചോദിച്ചാൽ എന്താ അറിയാം, എല്ലാരും തയ്യാറായി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചതാണ്. അതെ, ക്ലാസ് എടുക്കണം കേട്ടോ. ടീച്ചറാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണോ? എന്തോ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണോ ഇത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്ന് വെച്ചാല് ഫസ്റ്റ് ടോപ്പിക്, ഒരു ടോപ്പിക് എന്തായാലും ഒരു 1 അവർ എന്തായാലും പോകും. അപ്പോ മിക്കവാറും നെക്സ്റ്റ് ക്ലാസ്സിൽ വരേണ്ടത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ടെക്സ്റ്റിന്റെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു തരൂ. പേജ് നമ്പർ എന്റെയുള്ളതും നിങ്ങളുടെയുള്ളതും ഡിഫറെന്റ് ആയിരിക്കും. യൂണിറ്റ് പേര് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ. യൂണിറ്റിന്റെ പേരെന്താ? യൂണിറ്റ് 11 അല്ലേ? യൂണിറ്റ് 11 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒന്നും കൂടി പറയോ മിസ്സേ? പേജ് നമ്പർ 111. യൂണിറ്റ് 11. ഓക്കെ, ഒരു സെക്കൻഡ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് യൂണിറ്റ് ഏതാണെന്നും പേജ് നമ്പർ ഏതാണെന്നുള്ളത് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞുതരും. നിങ്ങളിത് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരേണ്ടത് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആ ടോപ്പിക് ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത് മാക്സിമം ടീച്ചറായിട്ട് ക്ലാസ് എടുക്കുക. ടീച്ചറാണെന്ന് നിങ്ങൾ അന്നത്തെ ക്ലാസ് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളാണ്. സ്റ്റുഡൻസിനെ അത് മനസ്സിലാക്കിപ്പിക്കേണ്ടതും എക്സാമ്പിൾസ് ഒക്കെ ചെയ്യിപ്പിക്കേണ്ടതും എല്ലാം നിങ്ങൾ തന്നെയാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ. ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതിൽ പേടിയോ ടെൻഷനോ ഒന്നിന്റെയും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഞാൻ ഉൾപ്പെടെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. ഡൗട്ട് ചോദിക്കാലോ. ടീച്ചറിനോട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. മനസ്സിലായോ?
അന്ന് ആരൊക്കെയാണോ ക്ലാസ് എടുക്കുന്നത് അവരോട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കാം. എന്നോട് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അത് ടീച്ചർമാരെ ഡൗട്ട് ഹാൻഡിൽ പറഞ്ഞു ചെയ്യണം. കൊടുക്കാനും കൂടി അത്രയും പ്രിപ്പയർഡ് ആയിട്ട് വരണം എന്നർത്ഥം അല്ലേ? അത്രയും പ്രിപ്പയർഡ് ആയിട്ട് വരണം. നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് മാറ്റി പറയുന്നതാണ്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഞാൻ ടോപ്പിക് കൊടുത്തപ്പോ അയ്യോ മിസ് ചെയ്യും, ഭയങ്കര ടഫാണ് മിസ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു അവര്. എന്ത് രസമായിരുന്നു അറിയോ ക്ലാസ്. ആ 1 hour അവർ തന്നെ ഹാൻഡിൽ ചെയ്തു, ഡൗട്ട് ക്ലിയർ ചെയ്തു, എല്ലാം ചെയ്തു. എനിക്കൊന്നും, ഞാൻ ഫുൾ സൈലന്റ് ആയിരുന്നു, റെസ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് മിസ് ഇത് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല എന്നാ പറഞ്ഞത്. ഈ ടോപ്പിക് ഒരിക്കലും ഞങ്ങൾ മറക്കാൻ പറ്റില്ല, കാരണം അത്രയും ഒരു മനസ്സിലാക്കി പഠിച്ചു അത്. മനസ്സിലായോ? അപ്പൊ ആ രീതിയില് ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് ആസ് എ ടീച്ചർ നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കാം പ്രസന്റ് ചെയ്യേണ്ടത്. അവർ ചെയ്യുന്നത് വെച്ചാല് ഒരു ടോപ്പിക് കുറച്ച് ഒരാൾ പറഞ്ഞു, അതിനുശേഷം വേറൊരാൾ പറഞ്ഞു, ഡൗട്ട് ക്ലിയറൻസ് വേറെ ആൾ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ അങ്ങനെ അവർ തന്നെ കുറെ ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ ആരൊക്കെ പറയാനുള്ളത് അവർ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്നുള്ളൂ, ബാക്കി എല്ലാം ചെയ്ത് അവർ തന്നെയാണ്. ഓക്കെ, അപ്പോ ആ രീതിയിൽ ക്ലാസ് എടുക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ ആണോ? പക്ഷെ ഈ ടോപ്പിക് എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസം കേൾക്കാത്ത സംഭവമാണ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, സ്പീച്ച് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. എന്ന് വെച്ചാല് ഞാൻ പറയുന്ന ഒരു കാര്യം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പറയുന്ന ഒരു കാര്യം അത് മൂന്നാമതൊരാളോട് പോയി പറയുമ്പോൾ നമ്മൾ പറയുന്നത് റിപ്പോർട്ട് ചെയ്യാനാണ് അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അതിൽ മൂന്നാമതൊരാളോട് പറയാണ് ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞു അല്ലെ? അങ്ങനെയല്ലേ പറയാ നമ്മള്? അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ റിപ്പോർട്ട് സ്പീച്ച് എന്നാ പറയും. മനസ്സിലായോ? അതിന്റെ നോട്ട് മിക്കവാറും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞാലും മതി. അപ്പൊ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേണ്ട അല്ലേ? അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എടുക്കൂലേ? സ്റ്റാർട്ട് ചെയ്ത് വെക്കുള്ളൂ ഞാൻ ചുമ്മാ. നമുക്ക് ടൈം നോക്കാം, എന്നാലും ഏകദേശം നോക്കിട്ട് വരും. ഓക്കെ, കാരണം അത് സ്റ്റാർട്ട് ചെയ്താല് നേരെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ട് വരും, അതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ നോക്കിയിട്ട് വരൂ കേട്ടോ, മാക്സിമം നോക്കിയിട്ട് വരണേ. നോക്കാം, പ്രശ്നമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ എല്ലാവരും? ആദ്യം നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് എൻറ്റർ സ്പീച്ച് എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിൽ ത്രൂ തന്നെയാണ് പഠിക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോ അതിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും, വ്യക്തമായിട്ട് ക്ലിയർ ആവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ, മസ്റ്റ് ആണ്. ഇതിലിപ്പോ 4 ആളിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ ഒരു ഗ്രൂപ്പില്? 5 ആളിനാക്കാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമൊന്നും. ഇതില് ദിവ്യനെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അവൾക്കും താല്പര്യം ഉണ്ടാവും ചിലപ്പോ അതിൽ ഏതിലെങ്കിലും ആകണം എന്നൊക്കെ. ചെയ്തു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ദിവ്യ അപ്പൊ ഒരു ഗ്രൂപ്പിൽ 5 ആളിനെ ചേർത്തട്ടെ ടീച്ചറെ? ഞാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവര് ഓരോ ഗ്രൂപ്പിലും 5 പേരിന്. കുഴപ്പമില്ല, ചേർത്തോ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. എനിക്ക് വേണ്ടത് പ്രസന്റേഷൻ കറക്റ്റ് ക്ലിയർ ആയിരിക്കണം, ക്ലാസ് മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. എത്ര പേരുണ്ടോ എന്നുള്ളതല്ല, വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സെലക്ട് മീ, ആരെങ്കിലൊക്കെ സെലക്ട് ചെയ്യും ദിവ്യ, പേടിക്കണ്ട. അത് നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം കേട്ടോ, ഇവിടെ വേണ്ട. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? മൈൻഡപ്പ് ചെയ്യാം നമുക്ക്. എല്ലാരും ഹാപ്പി ആയില്ലേ? സന്തോഷായില്ലേ എല്ലാവർക്കും? സന്തോഷായി. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് സന്തോഷം. ശരിക്കും എനിക്കാണ് സന്തോഷം, എനിക്ക് റെസ്റ്റ് എടുക്കാറോ? അതെ, അല്ല നമുക്കിപ്പോ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ? ഫുൾ എപ്പോഴും ക്ലാസ് ആയാലും ബോറടിക്കില്ലേ? അന്ന് ക്ലാസ് അല്ലേ, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അല്ലേ, ടീച്ചറിനെ വിളിക്കോളൂ ഞാൻ. ഓക്കെ, പിന്നെന്താ? ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ.
ഇന്ന് സൈൻ ഔട്ടിന്റെ കുട്ടി വന്നിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ആദ്യം പറയാം അല്ലേ? പറയട്ടെ? പറയൂ. ഏതാ പറയേണ്ടത്? ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കാണ്. അങ്ങനെ പറഞ്ഞു വിടൂ നിങ്ങള്. ഓക്കെ, പറഞ്ഞു വിടണം അല്ലേ? ടീച്ചർ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയാ? ഓക്കെ, ഒരു മലയാള കവിത ചെല്ലാം. ഓക്കെ, ഇത് നമ്മുടെ ജിഷ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവൾ എഴുതിയതാണ്, ഞങ്ങളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ എഴുതിയതാണ്. അപ്പൊ അതിനെ ഒന്ന് പാടാം. അമ്മു പിണങ്ങി തിരിഞ്ഞു നിന്നു അച്ചപ്പൻ കട്ടോടി അപ്പൂട്ടൻ. അമ്മു പിണങ്ങി തിരിഞ്ഞു നിന്നു അച്ചപ്പൻ കട്ടോടി അപ്പൂട്ടൻ. അച്ഛനോടമ്മു ചീണുങ്ങിക്കരഞ്ഞു, അച്ഛനോ അപ്പൂന്നുറക്കെ വിളിച്ചു. അച്ഛനോടമ്മു ചീണുങ്ങിക്കരഞ്ഞു, അച്ഛനോ അപ്പൂന്നുറക്കെ വിളിച്ചു. ചൂരലെടുത്തു മിനുക്കിയച്ഛൻ, മുക്കിലും മൂലയിലും നോക്കിയച്ഛൻ. ചൂരലെടുത്തു മിനുക്കിയച്ഛൻ, മുക്കിലും മൂലയിലും നോക്കിയച്ഛൻ. അയ്യോ അടിക്കല്ലേ അപ്പൂട്ടനെ, നോവില്ലേ അച്ഛാ പാവമല്ലേ. അയ്യോ അടിക്കല്ലേ അപ്പൂട്ടനെ, നോവില്ലേ അച്ഛാ പാവമല്ലേ. അപ്പൂട്ടനെയൊന്നും ചെയ്തിടല്ലേ, അച്ചപ്പൻ കെട്ടതി അമ്മുവാണ്. അപ്പൂട്ടനെയൊന്നും ചെയ്തിടല്ലേ, അച്ചപ്പൻ കെട്ടതി അമ്മുവാണ്. അച്ചപ്പ ആരെ കെട്ടെന്ന് മനസ്സിലായി ടീച്ചർക്ക്? അമ്മു. ഓക്കെ, ഇത് അവളുടെ ലൈഫിൽ നടന്ന റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതൊരു കവിതയാക്കി എഴുതി. ഞങ്ങൾക്കത് ഒരിക്കൽ എല്ലാരും പഠിച്ചു. നന്നായിട്ടില്ലേ ടീച്ചറെ കവിത? കുട്ടി കവിത, കുട്ടികൾക്ക് പറ്റിയ പോലത്തെ. ഓക്കെ, താങ്ക് യു. ഇനി ടീച്ചർ പോയിക്കോളൂ. ടാറ്റ, ബൈ. ചോറ് കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഓക്കെ ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ ഓക്കെ, ബൈ. Thank you, Miss. താങ്ക് യു മിസ്.